ഇന്നൊരു പുതിയ സ്വീറ്റ് റെസിപ്പിയുമായി ലവ് ഓൺ പ്ലേറ്റ് നിങ്ങളുടെ മുൻപിൽ. ഇന്ന് നമ്മൾ വളരെ രുചികരമായിട്ടുള്ള സേമിയ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലും ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മധുര പലഹാരം. കേസരി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അരമുറി തേങ്ങ, ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ എല്ലാ അളവും ഗ്ലാസ് അളവിൽ ചേർക്കുക. അപ്പോൾ അരമുറി തേങ്ങ, ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് തേങ്ങാപ്പാലാക്കിയതും, ഒരു കപ്പ് വറുത്തെടുത്ത സേമിയ വറുത്തെടുത്തിട്ടില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ സേമിയ വറുത്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര, 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൽ നമ്മൾ നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും കിസ്മിസും, പഞ്ചസാരയിൽ ഏലക്ക ഇട്ട് പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയും നെയ്യും ചേർക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ദശ കട്ടിയുള്ള ഏതെങ്കിലും പാത്രം വെച്ചിട്ട് ഈ ഒരു കേസരി ഉണ്ടാക്കാൻ ശ്രമിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് 3 മുതൽ 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നാല് മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ സേമിയ വെന്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരവേവ് നമ്മുടെ സേമിയ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഈ ഒരു പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മുടെ സേമിയയുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ലൂസായിട്ടുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് വെള്ളമൊക്കെ വലിയുന്നത് വരെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മധുരം ഒന്ന് അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ നന്നായിട്ട് കുറുകിയ സേമിയ നമ്മളൊരു പ്ലേറ്റിലോട്ടേക്ക് അതിൽ നെയ്യ് തടവിയിട്ട് നമ്മൾ അതിലോട്ടേക്കാണ് മാറ്റുന്നത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് ഇത് തണുപ്പിക്കേണ്ട ആവശ്യമില്ല. സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നമുക്ക് സാവധാനം ഈ ഒരു ചൂട് കുറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. കാരണം തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഇത് ഉറച്ചിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.